ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ 22ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചാണ്, അതായത് മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 12 മുതൽ 35 വരെയുള്ള ആർട്ടിക്കിളുകളാണ് നിലവിൽ മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. ആ ഒരു പാഠം നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരായിരുന്നു റിട്ടുകൾ എന്ന്. അങ്ങനെ നമുക്ക് സുപ്രീം കോടതിക്കും അതേപോലെ തന്നെ ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ റിട്ടുകൾ എന്താണ് എന്നുള്ള ക്ലാസ്സിൽ പറയാമെന്ന് പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് റിട്ടുകളെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു, അതായത് മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് റിട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് എന്ത്? റിട്ടുകൾ എന്ന് പറയുന്നത്. ഈ പറയുന്ന റിട്ട് എന്ന് പറയുന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് റിട്ട് എന്ന പദം നമ്മൾ കടമെടുത്തത്. ഓക്കെ, അപ്പോൾ റിട്ട് എന്ന പദം കടമെടുത്തത് ഏത് ഭാഷയിൽ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അതേപോലെ തന്നെ റിട്ട് എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ട് ബ്രിട്ടൻ. അങ്ങനെ തന്നെ ഓർത്തു വെച്ചോ, ഒത്തിരി തവണ ചോദിച്ചതാണ്. താഴെ പറയുന്നവയിൽ റിട്ട് എന്ന് പറയുന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്ത് നിന്നാണെന്നുള്ളത്. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് എന്ന ആശയം കടമെടുത്തത്. ഭരണഘടനയിലെ 32ാം അനുച്ഛേദ പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 32 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് ഏത് അനുച്ഛേദത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 32ഉം. എന്നാൽ ഭരണഘടനയുടെ 226 അനുച്ഛേദ പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, സുപ്രീം കോടതിയാണ് ഏറ്റവും വലിയ നീതിപീഠം, പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത്. അതിൻ്റെ ആർട്ടിക്കിളാണ് ചെറുത് 32. പക്ഷേ ഹൈക്കോടതിയാണ് എന്തെന്ന് പറയുന്നത്, ഏറ്റവും വലിയ ആർട്ടിക്കിൾ വരുന്നത് ഹൈക്കോടതിക്കുമാണെന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠത്തിന്റെ ചെറിയ ആർട്ടിക്കിളും അതിനേക്കാൾ ചെറുതാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെയാണ് വലിയ ആർട്ടിക്കിൾ എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് സുപ്രീം കോടതി മാത്രമാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതു കോടതിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാ? സുപ്രീം കോടതി മാത്രമാണ്. മൗലിക അവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് കോടതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പോൾ മൗലിക അവകാശങ്ങൾ മാത്രം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സുപ്രീം കോടതിയും മൗലിക അവകാശങ്ങളും നിയമാവകാശങ്ങളും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഹൈക്കോടതിയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി എന്ന് പറയുന്നത് സുപ്രീം കോടതിയെ അപേക്ഷിച്ച് വിശാലമാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചതാണ്, അതായത് താഴെ പറയുന്നവയിൽ റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാര പരിധി ഏറ്റവും കൂടുതലുള്ളത് ഏതു കോടതിക്കാണെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏതിലേക്ക് എത്തും? ഈ പറയുന്ന സുപ്രീം കോടതി എടുത്ത് എഴുതാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവും. പക്ഷെ എന്തിലേക്ക് പോവുക? ഹൈക്കോടതിക്കാണ് എന്ത് ചെയ്യുന്നത്? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി കൂടുതൽ ഹൈക്കോടതിക്കാണ്. കാരണം എന്തുകൊണ്ടാ? നിയമ അവകാശങ്ങളും അതേപോലെ തന്നെ മൗലിക അവകാശങ്ങളും ഇവ രണ്ടിനും എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹൈക്കോടതിക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള പ്രശ്ന പരിഹാരത്തിന് സുപ്രീം കോടതിയെ സമീപിച്ചാൽ അത് നിരസിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല. അപ്പോൾ ആർട്ടിക്കിൾ 32 നമ്മൾ പറഞ്ഞു, അത് പ്രകാരം ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുകയാണ്. അങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സുപ്രീം കോടതിക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് നിരസിക്കാനായിട്ടുള്ള അധികാരമില്ല. എന്നാൽ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരസിക്കാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തു വെച്ചോ. 32 ആർട്ടിക്കിൾ ആണ് ആരുടെ എന്ന് പറയുന്നത്? സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ അത് തിരസ്കരിക്കാൻ
സുപ്രീം കോടതിക്ക് അധികാരമില്ല. പക്ഷേ ആർക്ക് അധികാരമുണ്ട്? 226 പ്രകാരം ഹൈക്കോടതിക്കുണ്ട്. സുപ്രീം കോടതിയുടെ റിട്ട് അധികാരം ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഹൈക്കോടതിയുടേത് അതാത് സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉള്ളിൽ മാത്രം വ്യാപിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ റിട്ട് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനാണ്. പക്ഷേ എന്താണ് ഈ പറയുന്ന ഹൈക്കോടതിയുടെ ആണെങ്കിലോ അതാത് സംസ്ഥാനങ്ങൾ, അതേപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അവിടെ മാത്രമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിട്ടുകളെ കുറിച്ചുള്ളത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് റിട്ടുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് കുറിക്കുന്ന പദം ഏതു ഭാഷയിൽ നിന്നാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വേർഡുകളും വരുന്നത് ഏത് ഭാഷയിൽ നിന്നാ? ലാറ്റിൻ ഭാഷയിൽ നിന്നാ. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ട് എന്ന് പറയുന്ന വേർഡും എവിടെ നിന്നാ? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് വന്നത്. ഇനി റിട്ട് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് മക്കളെ ഏത് രാജ്യത്ത് നിന്നാ ചോദിച്ചു കഴിഞ്ഞാൽ റിട്ട് ബ്രിട്ടൻ എന്ന് ഓർത്തു വയ്ക്കുക. റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തത്. ഭരണഘടനയുടെ 32ാം അനുച്ഛേദം അല്ലെങ്കിൽ 32ാം വകുപ്പ് പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. അതേപോലെ തന്നെ ആർക്കാണ് ഈ പറയുന്ന ഹൈക്കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെക്കുറിച്ച് പറയുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി മാത്രം റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം സുപ്രീം കോടതിക്കും. എന്നാൽ മൗലികാവകാശങ്ങളോടൊപ്പം തന്നെ നിയമാവകാശവും സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി ഹൈക്കോടതിക്ക് എന്ത് ചെയ്യാം? റിട്ട് പുറപ്പെടുവിക്കാം. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ ഈ പറയുന്ന 2 കോടതികൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് കോടതിക്കാണ്, സുപ്രീം കോടതിക്കാണോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കാണോ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി വിശാലമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ്? ഈ പറയുന്ന സുപ്രീം കോടതിയെ അപേക്ഷിച്ച് ഹൈക്കോടതിക്കാണ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 32 പ്രകാരം എന്താണ് ഈ പറയുന്ന സുപ്രീം കോടതിയിൽ ഒരു പ്രശ്ന പരിഹാരത്തിനായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അത് തിരസ്കരിക്കാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ 226 പ്രകാരം ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിക്ക് അത് നിരസിക്കാനുള്ള അധികാരവും ഉണ്ട് എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സുപ്രീം കോടതിയുടെ റിട്ട് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുമ്പോൾ ഈ പറയുന്ന നമ്മുടെ എന്താണ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അതേപോലെ തന്നെ സംസ്ഥാനങ്ങളിലും മാത്രമായിട്ടാണ് ഹൈക്കോടതിയുടെ ഈ പറയുന്ന അധികാരം വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കിതൊരു കോഡായിട്ട് പഠിക്കാം. കോഡ് എന്ന് പറയുന്നത് CPM-HQ, CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന 5 റിട്ടുകളും ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ CPM-HQ, ഓക്കെ, CPM-HQ എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന ഏതൊക്കെയാണ് റിട്ടുകൾ എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ CPM-HQ. അപ്പോൾ അതിൻ്റെ അകത്ത് സി എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെർഷ്യോററി ആണ്. പി എന്ന് പറയുമ്പോൾ പ്രൊഹിബിഷൻ ആണ്. അപ്പോൾ CPM. അടുത്തത് മാൻഡമസ് ആണ് CPM എന്ന് പറയുമ്പോൾ. സെർഷ്യോററി ഉണ്ട്, പ്രൊഹിബിഷൻ ഉണ്ട്, മാൻഡമസ് ഉണ്ട്. അപ്പോൾ CPM. അടുത്തത് HQ എന്ന് പറയുമ്പോൾ H എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ് ആണ്. അതേപോലെ തന്നെ Q എന്ന് പറയുന്നത് കോവാറണ്ടോ എന്നതാണ് HQ എന്നതിൽ വരുന്നത്. അപ്പോൾ റിട്ടുകൾ ആകെ എത്ര എണ്ണമാണ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണമാണ് റിട്ടുകൾ? 5 റിട്ടുകളാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ എത്ര റിട്ടുകളാണ് നിലവിലുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 റിട്ടുകളാണ് നിലവിലുള്ളത്. അതിൻ്റെ കോഡാണ് നമ്മൾ പറഞ്ഞത് CPM-ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ CPM-HQ എന്ന് ഓർത്താൽ മതി. എല്ലാ റിട്ടുകളും നമുക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു C ഫോർ സെർഷ്യോററി, അതേപോലെ തന്നെ എന്താണ് P ഫോർ പ്രൊഹിബിഷൻ, M ഫോർ മാൻഡാമസ്, അതേപോലെ H ഫോർ ഹേബിയസ് കോർപ്പസ്, Q ഫോർ കോവാറൻഡോ. അങ്ങനെയാണ് CPM-HQ എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് 5 റിട്ടുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ റിട്ടുകളെ കുറിച്ചാണ്. ആദ്യത്തെ റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. എന്താണ് ഹേബിയസ് കോർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു മേ ഹാവ് ദ ബോഡി, അതായത് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന് പറയുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് റിട്ട് എന്ന് പറയുന്നത്. അതായത് നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ നമ്മൾ കാണാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ കണ്ടു കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് റിട്ടാണ് പുറപ്പെടുവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹേബിയസ് കോർപ്പസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിക്കുന്നത്. അപ്പോൾ നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ
മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് വിളിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഈ ചോദ്യം. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്നർത്ഥം വരുന്ന റിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ യു മേ ഹാവ് ദ ബോഡി. ഓക്കെ, അപ്പൊ ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്നത് ഏത് റിട്ടാ? ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് ആണ്. പൊതുസ്ഥാപനങ്ങൾക്കെതിരെയും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു പൊതുസ്ഥാപനമായിരുന്നാലും സ്വകാര്യ വ്യക്തികളാണെങ്കിലും അവർക്കൊക്കെ എതിരെ നമുക്ക് എന്ത് പുറപ്പെടുവിക്കാം? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് നമുക്ക് പുറപ്പെടുവിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെയാണ് നമ്മൾ പറഞ്ഞത് ഹേബിയസ് കോർപ്പസ്. അതായത് എന്താണ്? നിയമവിധേയമല്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണെന്ന് പറഞ്ഞു. ശരീരം ഹാജരാക്കുക എന്നതാണ് ഈ റിട്ടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പൊതുസ്ഥാപനങ്ങൾക്കും സ്വകാര്യ വ്യക്തികൾക്കെതിരെയും ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് നമുക്ക് പുറപ്പെടുവിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്ന് ഉള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് വായിച്ചെങ്കിലും ഇരിക്കണം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒന്നും ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്താണ്? തടവ് നിയമാനുസൃതമാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. തടവ് നിയമാനുസൃതമാണെങ്കിൽ. അടുത്തത് നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമന നടപടികൾ ആണെങ്കിൽ അതിനെതിരെ നമുക്ക് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ പറ്റത്തില്ല. തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ഈ പറയുന്ന ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? തടവ് നിയമാനുസൃതമാണെങ്കിൽ, നിയമനിർമ്മാണ സഭ കോടതി അലക്ഷ്യങ്ങൾക്കുള്ള നിയമന നടപടിയാണെങ്കിൽ, തടങ്കലിൽ വെക്കാൻ അവകാശമുള്ള കോടതിയാണെങ്കിൽ, തടവ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണെങ്കിൽ ഹേബിയസ് കോർപ്പസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഗ്ന കാർട്ടയിലാണ്. 1215 ജൂൺ 15 മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന റിട്ട് ആദ്യമായി ഒപ്പുവെച്ചത്. അതായത് എന്താണ്? ഹേബിയസ് കോർപ്പസ് അല്ല, മാഗ്ന കാർട്ടയാണ് എന്തെന്ന് പറയുന്നത്. 1215 മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ചത് ജോൺ രാജാവാണ്. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? മാഗ്ന കാർട്ടയിലാണ്. 1215 ജൂൺ 15 ആദ്യമായി ഒപ്പിട്ടത്. ഇത് ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ജോൺ രാജാവാണ്. റണ്ണിമീഡ് മൈതാനം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. മാൻഡാമസ്. ഓക്കെ, മാൻഡാമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് എന്ന് പറയുന്നത് മണ്ഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്? മണ്ഡാമസ് എന്ന് പറയുന്ന റിട്ടാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മണ്ഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വന്തം കർത്തവ്യം നിറവേറ്റുന്നില്ല, അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഒരു ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു പൊതുസ്ഥാപനമാണെങ്കിൽ ആ പൊതുസ്ഥാപനത്തെയോ നമുക്ക് എന്ത് ചെയ്യാം? അനുശാസിച്ചുകൊണ്ട് കോടതിക്കെതിരെ നമുക്ക് ഒരു റിട്ട് പുറപ്പെടുവിക്കാം. അങ്ങനെ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മണ്ഡമസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? മണ്ഡമസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, അതേപോലെ തന്നെ എന്താണ് ട്രിബ്യൂണൽ, സർക്കാർ കോർപ്പറേഷൻ തുടങ്ങിയവയ്ക്കെതിരെ മണ്ഡമസ് പുറപ്പെടുവിക്കാം. മണ്ഡമസ് പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് സ്വകാര്യ വ്യക്തികൾക്കും സ്വകാര്യ സ്ഥാപനം എന്നിവയ്ക്കെതിരെ മണ്ഡമസ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള എന്തില്ല? അധികാരമില്ല. ഓക്കെ, അപ്പോൾ മണ്ഡമസ് റിട്ട് എപ്പോഴും പുറപ്പെടുവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഈ പറയുന്ന പൊതുസ്ഥാപനം, കീഴ്ക്കോടതി, ട്രിബ്യൂണല്, അതേപോലെ തന്നെ എന്താണ് സർക്കാർ കോർപ്പറേഷൻ ഇവയ്ക്കൊക്കെ എതിരെയാണ് എന്ത് പുറപ്പെടുവിക്കുന്നത്? മണ്ഡമസ് പുറപ്പെടുവിക്കുന്നത്. പക്ഷെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ സ്വകാര്യ വ്യക്തിക്കോ സ്വകാര്യ സ്ഥാപനത്തിനോ എതിരെ നമുക്ക് എന്ത് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല? മണ്ഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല.
ഇന്ത്യൻ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവർണർക്കോ എതിരെ സാധിക്കത്തില്ല. സേവന കാലാവധി അവസാനിച്ചിട്ടില്ലാത്ത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും സാധിക്കില്ല. ഏതെങ്കിലും കരാറിൽ നിന്നുണ്ടാകുന്ന ബാധ്യത നടപ്പിലാക്കാൻ സർക്കാരിനെതിരെ മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കാതെ എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇതാണ്. അതായത് സ്വകാര്യ വ്യക്തിയോ സ്വകാര്യ സ്ഥാപനത്തെയോ കാണിച്ച് ഇവിടെ മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവന എന്താണ്? തെറ്റാണ്. പൊതുസ്ഥാപനത്തിനോ അതേപോലെ തന്നെ ഈ പറയുന്ന കീഴ്ക്കോടതിയോ ട്രിബ്യൂണലോ അതേപോലെ തന്നെ സർക്കാർ കോർപ്പറേഷൻ അവർക്കൊക്കെ എതിരെ മാത്രമാണ് നമുക്ക് എന്ത് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ? മാൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ പറ്റത്തുള്ളൂ. നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മാൻഡാമസ് പുറപ്പെടുവിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാൻഡാമസ് എന്ന് പറയുന്ന ആ ഒരു റിട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അടുത്തതാണ് പ്രൊഹിബിഷൻ. അപ്പോൾ പ്രൊഹിബിഷൻ ആണ് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമനങ്ങൾക്കെതിരെ വേണ്ടി എന്ത് ചെയ്യുന്നു? ഓക്കെ, അടുത്ത റിട്ടാണ് നമ്മുടെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓർത്തു വച്ചോ, നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ വിലക്കുക, പ്രൊഹിബിറ്റ് ചെയ്യുക, എന്താണ്? വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന് പറയുന്ന റിട്ട് അപ്പോൾ ഏതർത്ഥത്തെയാണ് കുറിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിലക്കുക എന്ന അർത്ഥം വരുന്നത് താഴെ പറയുന്നവയിൽ ഏത് റിട്ടാ? പ്രൊഹിബിഷൻ ആണ്. ഓക്കെ, അതേപോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമായി വരുന്ന റിട്ട് ഏതാണെന്ന് ഒരിക്കൽ PSC ചോദിച്ചു. അത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രൊഹിബിഷൻ റിട്ട് ആണ്. എന്തെന്ന് പറയുന്നത്? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന റിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പ്രൊഹിബിഷൻ. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രം പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് അതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന പഴമൊഴി അടിസ്ഥാനമാക്കി വരുന്ന റിട്ടും പ്രൊഹിബിഷൻ തന്നെയാണ്. ജുഡീഷ്യൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെ മാത്രമാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിന് തടയുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി എന്താണ്? അയാൾക്ക് അർഹമല്ലാത്ത ഒരു ഉദ്യോഗം വഹിക്കുകയാണ്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുവിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്നത്. കോ വാറന്റോ എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്ത് അധികാരം. അപ്പോൾ എന്ത് അധികാരം എന്ന് പറയുന്ന റിട്ട് താഴെ പറയുന്നവയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? കോ വാറന്റോ ആണ് എന്ത് അധികാരം. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു പ്രൊഹിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിലക്കുക എന്ന അർത്ഥമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതേപോലെ തന്നെ എന്താണ്? മാൻഡമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നതാണ്. ഇനി ഹേബിയസ് കോർപ്പസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് എന്താണ്? ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിന്റെ അർത്ഥം. അപ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മാറി ചോദിക്കാറുണ്ട്. ഹേബിയസ് കോർപ്പസ് നിങ്ങളുടെ ശരീരം ഹാജരാക്കുക, മാൻഡമസ് നാം കൽപ്പിക്കുന്നു, പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഹിബിഷൻ ആണ് എന്തെന്ന് പറഞ്ഞത്? വിലക്കുക. അതേപോലെ കോ വാറന്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? എന്തധികാരം എന്നതാണ് അർത്ഥം. ഓക്കെ, ഇനി പൊതു താല്പര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും കോ വാറന്റ് ലോയിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ
സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എന്തുണ്ട്? അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് നിലവിൽ എന്താണ് ഈ പറയുന്ന കോ വാറന്റോ നമ്മൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെങ്കിൽ കോടതി എന്ത് ചെയ്യും? പ്രസ്തുത വ്യക്തിയെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്ന റിട്ട്. ഓക്കെ, അപ്പോൾ എന്തധികാരം? അതാണ് എന്ത്? കോ വാറന്റോ എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം എന്ത് ചെയ്യാണ്? വഹിക്കുമ്പോൾ അത് തടയുന്ന റിട്ടാണ് ഏതെന്ന് പറയുന്നത്? കോ വാറന്റോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സെർഷ്യോററി എന്ന് പറയുന്ന റിട്ട്. ഓക്കെ, സെർഷ്യോററി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക എന്നതാണ് സെർഷ്യോററി എന്ന വാക്കിന്റെ അർത്ഥം. അതായത് ഒരു കേസ് കോടതിയിൽ നിന്നും എന്താണ് മേൽക്കോടതിയിലേക്ക്, അതായത് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? സെർഷ്യോററി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ട്. സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക എന്നിങ്ങനെയാണ് ഇതിന്റെ അർത്ഥം. സെർഷ്യോററി. മേൽക്കോടതി വിലയിരുത്തുന്നതിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിട്ടുകിട്ടുന്നതിനാണ് റിട്ട് സെർഷ്യോററി ഉപയോഗിക്കുന്നത്. സെർഷ്യോററി റിട്ട് ആദ്യം ക്രിമിനൽ കേസുകളിൽ മാത്രം പുറപ്പെടുവിച്ചിരുന്നെങ്കിലും പിന്നീട് ഇത് സിവിൽ കേസുകളിലും എന്ത് ചെയ്തു തുടങ്ങി? ഉപയോഗിച്ചു തുടങ്ങി. ജുഡീഷ്യൽ, ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്കെതിരെയും സെർഷ്യോററി റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഈ 3 റിട്ടുകളും ആർക്കെതിരെ പുറപ്പെടുവിക്കാനായിട്ട് പറ്റത്തില്ല? സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ടാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? മാൻഡമസ്, സെർഷ്യോററി, അതേപോലെ തന്നെ പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റിട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഓടിച്ചു പറയാം. നമ്മൾ പറഞ്ഞു എന്താണ് റിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ട് എന്താണ്? മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ പറയുന്ന പേരാണ് റിട്ടുകൾ എന്ന് പറയുന്നത്. റിട്ട് എന്ന് പറയുന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് പുറപ്പെടുവിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരമാണ് അനുച്ഛേദം 32. റിട്ട് പുറപ്പെടുവിക്കാനുള്ള ഹൈക്കോടതിയുടെ അധികാരമാണ് 226 എന്നുള്ളത്. അതേപോലെ തന്നെ നിലവിൽ നമുക്ക് എന്താണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാര പരിധി ഏറ്റവും കൂടുതലുള്ളത് ഹൈക്കോടതിക്കാണ്. അതേപോലെ തന്നെ റിട്ടുകൾ ആകെ എത്ര എണ്ണമാണ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 റിട്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ കോഡായിരുന്നു CPMHQ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെയാണ് ഈ പറയുന്ന C ഫോർ സെർഷ്യോററി, P ഫോർ പ്രൊഹിബിഷൻ, അതേപോലെ തന്നെ എന്താണ് M ഫോർ മാൻഡമസ്, അതേപോലെ എന്താണ് H ഫോർ ഹേബിയസ് കോർപ്പസ്, Q ഫോർ കോ വാറന്റോ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ശരീരം ഹാജരാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരം ഹാജരാക്കൂ എന്നുള്ളതാണ്. യു മേ ഹാവ് ദ ബോഡി എന്നുള്ളതാണ് ഈ ഒരു റിട്ടിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ശരീരം ഹാജരാക്കുക. അടുത്തതാണ് നമ്മൾ പറഞ്ഞു മാൻഡമസ് എന്ന് പറയുന്നത്. എന്താണ്? നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ് എന്ന് പറയുന്നത്. നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്നു. ഇനി പ്രൊഹിബിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? വിലക്കുക എന്നതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. വിലക്കുക എന്ന അർത്ഥം വരുന്നു. അതേപോലെ തന്നെയാണ് കോ വാറന്റോ എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തധികാരം, അതായത് അധികാര പരിധി, അതായത് നിലവിൽ ഒരു വ്യക്തിക്ക് അയാൾക്ക് അർഹമല്ലാതെ ഉദ്യോഗം വഹിക്കുമ്പോൾ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കോ വാറന്റോ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ പ്രൊഹിബിഷൻ ആണെങ്കിൽ കീഴ്ക്കോടതി മേൽക്കോടതിയുടെ അധികാര പരിധി എന്ത് ചെയ്യാണ്? ലംഘിക്കുമ്പോൾ സ്വാഭാവിക നീതി നിയമനങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പ്രൊഹിബിഷൻ. അതേപോലെ എന്താണ് മാൻഡമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാം കൽപ്പിക്കുന്ന അർത്ഥം വരുന്ന റിട്ടാണ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാത്ത ഒരു ഉദ്യോഗസ്ഥനോ പൊതുസ്ഥാപനത്തെയോ വേണ്ടിയാണ് മാൻഡമസ്. അതേപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് തടവ് നിയമാനുസൃതമാണെങ്കിലും അതേപോലെ തടങ്കിൽ വയ്ക്കാൻ അവകാശമുള്ള അല്ലെങ്കിൽ ഒരാളെ കണ്ട് എന്താണ് നിലവിൽ അയാളെ എന്താണ് അയാളിപ്പോൾ നിലവിൽ എവിടെയെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ പോലും നമ്മൾ ഏത് റിട്ടാണ് പുറപ്പെടുവിക്കുന്നത്?
ഹേബിയസ് കോർപ്പസ്. അയാളെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു സെർഷ്യോററി, അതായത് സാക്ഷ്യപ്പെടുത്തുക, വിവരം നൽകുക, ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ വേണ്ടി ഉത്തരവിടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ പുറപ്പെടുവിക്കാൻ കഴിയാത്ത റിട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 3 നമ്മൾ പറഞ്ഞു: മാൻഡമസ്, സെർഷ്യോററി, പ്രൊഹിബിഷൻ. ഇത് പൊതുസ്ഥാപനങ്ങൾക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്കുമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റിട്ടിൽ നിന്ന് പഠിച്ചത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോസിന് നിങ്ങൾക്ക് വിലയേറിയ ലൈക്കുകളും അതേപോലെ തന്നെ ഷെയറുകളും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതേപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്ന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. ബാക്കിയുള്ള ക്ലാസ്സുകളുടെ ലിങ്കും നമ്മുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അതേപോലെ നോട്ട് കൃത്യമായിട്ട് വായിച്ചു പോവുക. അതേപോലെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.